കണ്ണൂർ പക്ഷേ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയും കടന്നപ്പള്ളി രാമേന്ദ്രൻ നേരിയ വ്യത്യാസത്തിന് 1000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ച യഥാർത്ഥത്തിൽ UDFന്റെ ഒരു പ്രധാനപ്പെട്ട സീറ്റായി എണ്ണേണ്ട കണ്ണൂരിൽ ഇത്തവണ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ മറികടക്കാൻ അവിടുത്തെ മുൻ മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനനെ UDF രംഗത്തിറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസുകാരനായി മത്സരിച്ച, കണ്ണൂരിലല്ല ധർമ്മടത്ത് മത്സരിച്ച C രഘുനാഥാണ് അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി. കണ്ണൂരിൽ എന്ത് സംഭവിക്കുന്നുള്ളത് വലിയ ആകാംക്ഷയാണ്. തീർച്ചയായും കഴിഞ്ഞ 2 പ്രാവശ്യവും ഭരണം നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും UDF പരാജയപ്പെട്ടുവെങ്കിൽ പോലും 2 പ്രാവശ്യം ആ പരാജയത്തിനോട് വളരെ വലിയ രീതിയിൽ അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു റിസൾട്ടാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലുണ്ടായത്. 2 തവണയും സതീശൻ പാച്ചേനി വളരെ ചെറിയ വോട്ടുകൾക്ക് നമ്മൾ സാമ്പിൾ ശേഖരിച്ചത് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ല, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകുന്നതിന് അതിനുശേഷമാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല, ടിഒ മോഹനാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമ്മളവിടെ സാമ്പിൾ ശേഖരിക്കാൻ തുടങ്ങിയത്. വളരെ ശക്തമായ മത്സരം നടക്കുന്ന സൂചന ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടിപ്പിക്കൽ UDF മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 2 തവണയും LDF ജയിച്ചത് എനിക്കൊന്ന് രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഒരു സ്വീകാര്യത കൊണ്ട് കൂടിയാണ്. ഞാനത് റിസൾട്ട് പറയുമ്പോൾ പറയാമായിരുന്നു ആ കാര്യങ്ങൾ. കണ്ണൂരിൽ വമ്പൻ അട്ടിമറി നടക്കുമോ അതോ കടന്നപ്പള്ളി രാമേന്ദ്രന് ഹാട്രിക് അടിക്കാൻ കഴിയുമോ? വരട്ടെ. ബലാബലം ടൈറ്റ് ഫൈറ്റ് ആണ്, വീണ്ടും ടൈറ്റ് ഫൈറ്റ്. അവിടെ പക്ഷേ അല്പം മുന്നിൽ കോൺഗ്രസിന്റെ ടിഒ മോഹനാണ്. 1.94 ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ മാർജിൻ ഓഫ് എറർ കണക്കാക്കുമ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് ഒന്നും പറയുന്നില്ല അല്ലേ? ഒരുപക്ഷെ കടന്നപ്പള്ളിയോട് ജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനിയായിരുന്നു കഴിഞ്ഞ തവണ. അന്ന് പോലും കടന്നപ്പള്ളി വിജയിച്ചു വന്നു. കടന്നപ്പള്ളിയോട് നമ്മൾ വടകര കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച റിസൾട്ടിൽ ഒരു ബലാബലം എന്ന സാഹചര്യം വടകരയിലുണ്ടായി. അത് ഈ ഭാസ്കരേട്ടനോടുള്ളൊരു സ്നേഹം, അത് കെ രമ മോശമായതുകൊണ്ടല്ല, ഭാസ്കരേട്ടനോട് എല്ലാവർക്കും അദ്ദേഹം സ്നേഹമാണ്, വളരെ എളിമയുള്ള ആളാണ്, വളരെ സൗമ്യനാണെന്നുള്ള ഏട്ടൻ വിളി പോലെ കണ്ണൂരിൽ കടന്നപ്പള്ളിയോട് നമുക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് പോകുന്ന ഒരാളെന്ന രീതിയിൽ, സർവേയിൽ പോകുന്ന ആളെന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂഡ് ഓഫ് ദ സ്റ്റേറ്റിൽ കണ്ണൂരിൽ നമ്മൾ UDFന് ജയിക്കുമെന്നും UDFന് വലിയ എഡ്ജും പറഞ്ഞതാണ്. അദ്ദേഹത്തിന് സമീപകാലത്ത് ആരോഗ്യമില്ല, പ്രായമായില്ല എന്ന് പറയുമ്പോഴും സർവേ എക്സിക്യൂട്ടീവ് പറഞ്ഞത്, സാർ കടന്നപ്പള്ളി രാമേന്ദ്രനോട് ജനങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്, ആരോടും അഭിപ്രായ വ്യത്യാസമില്ല. ഞാനപ്പോൾ ചോദിച്ചു, പഴയ തലമുറയിലുള്ള ആളുകൾക്കാണോ ആ സ്നേഹമുള്ളത്? അല്ല സാർ, അത് എല്ലാ വിഭാഗം, യൂത്തിനായിക്കോട്ടെ, ചെറുപ്പക്കാർക്കായിക്കോട്ടെ, സ്ത്രീകൾക്കായിക്കോട്ടെ, അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്. അപ്പം ചോദിച്ചു, നിങ്ങൾ ഈ സ്നേഹം വോട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കടന്നപ്പള്ളിയോട് എനിക്ക് തോന്നുന്നു കടന്നപ്പള്ളി മത്സരിച്ചാൽ മാത്രമേ ജയിക്കൂ കണ്ണൂർ സീറ്റ് എന്ന ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും കേരള കോൺഗ്രസ് കോൺഗ്രസ് ഒരു വലിയ പാർട്ടി അല്ലാഞ്ഞിട്ടും വലിയ അണികളോ ശേഷിയോ ഒന്നും ഇല്ലാഞ്ഞിട്ടും കടന്നപ്പള്ളി അവിടെ പ്ലേസ് ചെയ്യുന്നതിന്റെ കാരണം കണ്ണൂരുകാർക്ക് കടന്നപ്പള്ളിയോടുള്ള സ്നേഹം വെച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇനിയും ഒരു ട്രെൻഡ് സംസ്ഥാനത്തൊട്ടാകെ ഏത് മുന്നണിക്ക് അനുകൂലമാകുന്ന അനുസരിച്ച് ഈ മണ്ഡലത്തിലെ ജയപരാജയ സാധ്യതകൾ നിലനിൽക്കും. ഈ ടിഒ മോഹനൻ അവിടെ കണ്ണൂർ മേയറായിരുന്നു, അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, നഗരമണ്ഡലമാണ്. എന്നിട്ടും അദ്ദേഹത്തിന് വ്യക്തമായി മുന്നോട്ട് വരാൻ കഴിയാത്തത് ഇതിനകത്ത് കെ സുധാകരൻ ഫാക്ടർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 മുന്നണികളുടെയും രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കാത്ത കുറെ ആളുകളുണ്ടാവുമല്ലോ. എനിക്ക് രാഷ്ട്രീയമില്ല, ആര് മത്സരിക്കട്ടെ എന്ന് പ്രതികരിക്കും. അവർ ഉള്ളിൽ അവർ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം, കെ സുധാകരന് സീറ്റ് നൽകാത്തതിൻ്റെ ഒരു വികാരം കോൺഗ്രസ് അണികൾക്കിടയിലുണ്ട്. അവരൊരു പക്ഷേ കോൺഗ്രസ് ഇത്തവണ വോട്ട് ചെയ്യില്ല. അപ്പം ആ ഒരു മർമറിംഗ് ക്യാമ്പയിൻ ആ ഒരു പ്രചരണം അന്തരീക്ഷത്തിലുള്ളത് ഒരു പക്ഷേ കൂടുതൽ കടന്നപ്പള്ളിക്ക് അനുകൂലമായേക്കാം. ഈ ആർക്ക് ചെയ്യണമെന്നിങ്ങനെ സ്വിംഗായി നിൽക്കുന്ന വോട്ടർമാരെ ഒരു പക്ഷേ കടന്നപ്പള്ളിക്ക് ഇത്തവണയും കൂടി ചെയ്തേക്കാം എന്നൊരു ബലാബലമാണ്. എങ്കിൽ പോലും ഒരു മുൻതൂക്കം സർവേയിൽ സ്വാഭാവികമായിട്ടും UDFനുണ്ട്. 1.94 അഡ്വാൻറ്റേജ് അഡ്വക്കേറ്റ് ടിഒ മോഹനന് കണ്ണൂരിൽ. അപ്പോൾ എന്ത് സംഭവിക്കും കണ്ണൂരിൽ എന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ടൈറ്റ് ഫൈറ്റ് ആണ് ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത്.